പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത സുഹൃത്തും ഇന്ത്യ തന്റെ പ്രിയപ്പെട്ട രാജ്യമാണെന്നുമൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയുന്നത് പകരച്ചുങ്കം വിഷയത്തിൽ ഇന്ത്യക്ക് അവസാന നിമിഷം വരെയും നേരിയ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ ഇന്ത്യയുടെ മാത്രമല്ല അമേരിക്കയുടെ ഉറ്റ ചങ്ങാതിയായ ഇസ്രയേലിനെ അടക്കം വെട്ടിലാക്കിക്കൊണ്ടാണ് പ്രസിഡന്റ് ട്രംപ് പുതിയ പകരച്ചുങ്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാകുന്നതാണ് ട്രംപിന്റെ തീരുമാനം. 26% തീരുവയാണ് ഇന്ത്യക്ക് മേൽ ചുമത്തിയത്. മാത്രമല്ല അമേരിക്കയിലെത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% തീരുവയും ചുമത്തിയിട്ടുണ്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ നികുതി ചുമത്തി. ഇന്ത്യൻ ഇറക്കുമതിക്ക് 26%, ചൈനയ്ക്കെതിരെ 34%, യൂറോപ്യൻ യൂണിയന് 20%, ജപ്പാന് 24% എന്നിങ്ങനെയാണ് പുതിയ നികുതി കണക്കുകൾ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അന്യായ ഇറക്കുമതി തീരുവ ഈടാക്കുന്നുവെന്നാരോപിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ തിരിച്ചടി തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിമോചന ദിനമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ദിവസത്തിലാണ് തിരിച്ചടി തീരുവ പ്രഖ്യാപിച്ചത്. അമേരിക്കയിൽ നിർമ്മാണ മേഖല പുനരുജ്ജീവിപ്പിക്കാനും വ്യാപാര കമ്മി കുറയ്ക്കാനും തീരുവ നടപടികൾ അനിവാര്യമാണെന്നും അമേരിക്ക സുവർണകാലത്തേക്ക് മടങ്ങുന്നുവെന്നും ഇത് ചരിത്ര മുഹൂർത്തമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ വിമോചന ദിനമെന്നാണ് ട്രംപ് ഈ ദിവസത്തെ വിശേഷിപ്പിച്ചത്. US എന്ന വ്യാവസായിക ശക്തിയുടെ പുനർജന്മമാകും ഇനി കാണുകയെന്നും US ഒരിക്കൽ കൂടി സമ്പന്നമാകുമെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഇന്ത്യൻ പ്രധാനമന്ത്രി കുറച്ചു നാളുകൾക്ക് മുൻപ് എന്നെ സന്ദർശിച്ചു. അദ്ദേഹം എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. എന്നാൽ 52% തീരുവയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് മേൽ 26% തീരുവ ചുമത്തുന്നുവെന്ന് ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള അലൂമിനിയം, സ്റ്റീൽ, ഓട്ടോമൊബൈൽ ഇറക്കുമതിക്ക് ഇതിനകം തന്നെ US അധിക തീരുവ ചുമത്തിയിട്ടുണ്ട്. അതേസമയം അന്യായ ഇറക്കുമതി തീരുവ ഈടാക്കുന്നുവെന്നാരോപിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ തിരിച്ചടി തീരുവ പ്രഖ്യാപിച്ച അമേരിക്കൻ നടപടിയെ തകർന്നടിയുന്നത് അവരുടെ വിപണികളാണ്. അമേരിക്കൻ വിപണി ഇടിഞ്ഞു താഴുമ്പോൾ ലോക വിപണിയിലും അതിന്റെ പ്രതിഫലനങ്ങളുണ്ടാകും. പ്രഖ്യാപനത്തിനു പിന്നാലെ അമേരിക്കൻ വിപണി ഇടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് എങ്ങനെ അമേരിക്കയെ ബാധിക്കുമെന്ന ചോദ്യത്തിന് 2 ദിവസത്തിനകം ഉത്തരം കിട്ടും. മറ്റ് രാജ്യങ്ങളുടെ അന്യായ വ്യാപാരത്തെ നിയന്ത്രിക്കാൻ പരസ്പര ചുങ്കം ഏർപ്പെടുത്തുന്നത് സഹായിക്കുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഈ നീക്കം ആഗോളതലത്തിൽ വിലക്കയറ്റം രൂക്ഷമാക്കുമെന്നും വ്യാപാര യുദ്ധത്തിന് വഴിയൊരുക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് അമേരിക്കയെയും പ്രതികൂലമായി സ്വാധീനിക്കും. ട്രംപ് ആവിഷ്കരിച്ച ചുങ്കപ്പട്ടികയുടെ ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. പരസ്പര നികുതി ഏർപ്പെടുത്തുന്ന പ്രതികാര നടപടി ഗണ്യമായ വ്യാപാര കമ്മിയുള്ള 10-15 രാജ്യങ്ങളിൽ മാത്രമായി ചുരുക്കില്ലെന്നും എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ ചുങ്കം ഏർപ്പെടുത്തുമെന്നുമുള്ള പ്രഖ്യാപനത്തെ തുടർന്ന് ലോകമാകെ വിപണികൾ അനിശ്ചിതാവസ്ഥയിലായി. അവസാന നിമിഷം വരെ ഇതു സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തുവിടാതിരിക്കാൻ വൈറ്റ് ഹൗസ് ജാഗ്രത പുലർത്തുകയും ചെയ്തു. സൂചനകളൊന്നും ലഭ്യമാകാത്തതോടെ ഊഹാപോഹങ്ങൾ പരന്നു. ഓഹരി വിപണികളിൽ അനിശ്ചിതാവസ്ഥ പ്രതിഫലിച്ചു. അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ തന്നെ ചുങ്കപ്രഖ്യാപനത്തിൽ കടുത്ത അമർഷത്തിലാണ്. ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ വിപണിയെയും ബാധിക്കുന്ന സാഹചര്യത്തെ ഗൗരവത്തോടെയാണ് ലോകരാജ്യങ്ങൾ കാണുന്നത്. 50% മുതൽ 10% വരെ തിരിച്ചടി തീരുവയാണ് 185 ലോകരാജ്യങ്ങൾക്ക് ട്രംപ് പ്രഖ്യാപിച്ചത്. 50% തിരിച്ചടി തീരുവ ചുമത്തപ്പെട്ട ലെസോത്തോ, സെന്റ് പിയറെ ആൻഡ് മിക്വിലോങ് എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ മുൻപേ. ഏഷ്യൻ രാജ്യമായ കംബോഡിയയ്ക്ക് 49% തിരിച്ചടി തീരുവ. ലാവോസ്, മഡഗാസ്കർ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളും തിരിച്ചടി തീരുവയിൽ വലയും. ഇന്ത്യക്ക് 26% തിരിച്ചടി തീരുവ പ്രഖ്യാപിച്ചപ്പോൾ അയൽ രാജ്യങ്ങളായ ചൈനയ്ക്ക് 34%വും പാകിസ്ഥാന് 29%വുമാണ് തിരിച്ചടി തീരുവ ട്രംപ് പ്രഖ്യാപിച്ചത്. ഭൂകമ്പത്തിന്റെ കെടുതിയിൽ വലയുന്ന മ്യാൻമറിന് 44%വും ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് കരകയറുന്ന ശ്രീലങ്കയ്ക്ക് 44%വും തിരിച്ചടി തീരുവ ട്രംപ് പ്രഖ്യാപിച്ചു. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയ്ക്ക് 41%വും ഇറാഖിന് 39%വുമാണ് തിരിച്ചടി തീരുവ. സുഹൃത്ത് രാഷ്ട്രമായ ഇസ്രയേലിന് 17%വും ജപ്പാന് 24%വും UK-ക്ക് 10%വുമാണ് തീരുവ. ഇത് പ്രാബല്യത്തിലാകുന്നതോടെ US-ൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വില കൂടുന്നത് കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കും. സമുദ്രോൽപ്പന്ന വസ്ത്ര കയറ്റുമതി രംഗങ്ങളിൽ ഇത് വലിയ പ്രതിഫലനമുണ്ടാക്കും. US വ്യാവസായിക ശക്തിയുടെ പുനർജന്മമാകും പുതിയ തീരുവ പ്രഖ്യാപനമെന്നും US ഒരിക്കൽ കൂടി സമ്പന്നമാകുമെന്നും ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിദേശികൾ നമ്മുടെ സ്വപ്നങ്ങൾ നശിപ്പിച്ചു, ജോലി അവസരങ്ങൾ തട്ടിയെടുത്തു. ഇനി അത് അനുവദിച്ചു കൊടുക്കില്ല. നമ്മളോട് ചെയ്യുന്നത് പോലെ തിരിച്ചു ചെയ്യും. പകരച്ചുങ്കം ആ രാജ്യങ്ങൾക്കുമേൽ ചുമത്തു.
യുഎസിനെ മഹത്തരമാക്കും, ജോലി അവസരങ്ങൾ തിരിച്ചുവരും, വിദേശ വ്യാപാര പ്രതിബന്ധങ്ങൾ മറികടക്കും, യുഎസിന്റെ സുവർണ നാളുകൾ തിരിച്ചുവരും. ട്രംപ് ഇങ്ങനെയാണ് പ്രഖ്യാപിച്ചത്. ചൈന 67% യുഎസിനെതിരെ ഇറക്കുമതി തീരുവ ചുമത്തുന്നത്. എന്നാൽ 34% എന്ന കുറഞ്ഞ തിരിച്ചടി തീരുവ മാത്രമാണ് യുഎസ് ചൈനയ്ക്ക് മേൽ ചുമത്തുക. യൂറോപ്യൻ യൂണിയനുമായി വളരെ സൗഹൃദമുണ്ട്. അതുകൊണ്ട് തന്നെ 20% തിരിച്ചടി തീരുവ മാത്രം പ്രഖ്യാപിക്കുന്നു. വിയറ്റ്നാമികളെ എനിക്കിഷ്ടമാണ്. 46% തിരിച്ചടി തീരുവയാണ് വിയറ്റ്നാമിനെതിരെ പ്രഖ്യാപിക്കുന്നത്. ജപ്പാൻകാരെ ഞാൻ കുറ്റം പറയില്ല, അവർക്കും 24% പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയിലേക്ക് വന്നാൽ അവിടുത്തെ പ്രധാനമന്ത്രി കുറച്ചു നാളുകൾക്ക് മുൻപാണ് എന്നെ സന്ദർശിച്ചത്. അദ്ദേഹം എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. എന്നാൽ 52% തീരുവയാണ് യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്നത്. പക്ഷേ അവർക്ക് 26% എന്ന ഡിസ്കൗണ്ട് തീരുവ പ്രഖ്യാപിക്കുന്നതായും ട്രംപ് പറഞ്ഞിട്ടുണ്ട്.